CBSE 10ലേക്ക് എത്തിയപ്പോൾ ഒരുപാട് പ്രഷർ ഫീൽ ചെയ്യുന്നുണ്ടോ? നാട്ടുകാരും വീട്ടുകാരും ഒക്കെ നിങ്ങളെ ഒരുപാട് പ്രതീക്ഷ അർപ്പിക്കുന്നു എന്നുള്ള ഒരു കാര്യം നിങ്ങളെ ഒരുപാട് കൺഫ്യൂഷൻ ആക്കുന്നുണ്ടോ? എല്ലാത്തിനും ഒരു പ്രോപ്പർ സൊല്യൂഷൻ ആയിട്ടാണ് സാർ ഇന്ന് വന്നിട്ടുള്ളത്. നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ ഓരോ സമയവും ഓരോ മിനിറ്റും ഓരോ സെക്കൻഡും വിലപ്പെട്ടതാണെന്ന് കരുതുക. ഈ വർഷം ഈ ഒരു അക്കാദമിക് ഇയർ, ഒരു അധ്യയന വർഷം അടിപൊളിയായിട്ട് ഈച്ച് ആൻഡ് എവറി സെക്കൻഡ്സ് നല്ല രീതിയിൽ പഠിച്ച് മുന്നോട്ട് പോയാൽ മാത്രമാണ് നമ്മൾ ആഗ്രഹിക്കുന്ന മാർക്കിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കാനായിട്ട് സാധിക്കുള്ളൂ. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ ഡ്രീം ചേസ് ചെയ്യുക. നിങ്ങൾക്ക് ആദ്യം ഒരു ഗോൾ സെറ്റ് ചെയ്ത് വെക്കുക. ആ ഗോളിന് വേണ്ടിയിട്ട് ആ ഗോൾ വിചാരിച്ച ഉടനെ നടക്കണമെന്നില്ല. ആ ഗോൾ ഉടനെ സെറ്റ് ചെയ്യുക, അതിനുവേണ്ടി വർക്ക് ചെയ്യുക. അങ്ങനെ വർക്ക് ചെയ്ത് ഒരു ദിവസം അത് നേടിയെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു കിക്ക് ഉണ്ട്, ആ ഒരു ഹാപ്പിനെസ് ഉണ്ട്. നിങ്ങളുടെ ലൈഫിൽ ത്രൂ ഔട്ട് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും എന്നുള്ള കാര്യം മാത്രം ആലോചിക്കുക. അപ്പോൾ ഇന്ന് നിങ്ങൾ വർക്ക് ചെയ്യുന്ന, ഇന്ന് നിങ്ങൾ എടുക്കുന്ന ഓരോ എഫേർട്ടും, ഓരോ മിനിറ്റിൽ എടുക്കുന്ന എഫേർട്ടും നാളത്തെ നിങ്ങളുടെ സക്സസിന് വേണ്ടിയിട്ടുള്ള ഒരു ടിക്കറ്റാണ്. അപ്പോൾ നിങ്ങളത് മുന്നിൽ കണ്ടുകൊണ്ട് കൃത്യമായിട്ട് പഠിക്കുക. എങ്ങനെ പഠിക്കണം, എന്ത് രീതിയിൽ പഠിക്കണം, എങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് ടൈം ടേബിൾ ഇട്ട് പഠിക്കണം എന്നൊക്കെ നമ്മൾ പറഞ്ഞു തരും, വ്യക്തമാക്കി തരും നിങ്ങൾക്ക്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലക്ഷ്യ ബാച്ചിലൂടെ അടിപൊളിയായിട്ട് ഇപ്പോൾ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ലക്ഷ്യ ബാച്ചിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. എന്തൊക്കെയാണ് കീ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സബ്ജക്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ടോപ്പിക്സ് ഉണ്ടാവും അല്ലേ, സബ് ടോപ്പിക്സ് ഉണ്ടാവും അല്ലേ. ഈ സബ് ടോപ്പിക്സ് ഒക്കെ റെക്കോർഡഡ് ലേണിംഗ് വീഡിയോസ് ആയിട്ട് നമ്മൾ ആപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ചാപ്റ്റർ, ഇപ്പോൾ SST സോഷ്യൽ സ്റ്റഡീസിൻ്റെ ഒരു ചാപ്റ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു ചാപ്റ്റർ കഴിഞ്ഞാൽ ആ ചാപ്റ്റർ കൃത്യമായിട്ട് റിവൈസ് ചെയ്താൽ മാത്രമാണ്, അല്ലെങ്കിൽ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്താൽ മാത്രമാണ് അത് സെറ്റ് ആവുക, ചാപ്റ്റർ സെറ്റ് ആവുക അല്ലേ. അതിന് വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള വർക്ക്ഷീറ്റും യൂണിറ്റ് ടെസ്റ്റും കൃത്യമായിട്ട് നമ്മൾ ബാച്ചിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല PDF ക്ലാസ് നോട്ട്സ് എല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈക്വലി കിട്ടുന്ന സംഭവമാണ്. ഇപ്പോൾ നമ്മൾ യൂട്യൂബിൽ മാത്രം ക്ലാസ് കാണുന്നവർക്ക് അറിയാം, യൂട്യൂബിൽ നമ്മുടെ വൺ ഷോട്ട് ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മാത്സിനാണെങ്കിൽ ഇപ്പോൾ മാഗ്മിസ് ഫസ്റ്റ് ചാപ്റ്റർ എടുത്തിട്ടുണ്ട്, ഏതായിരുന്നു, റിയൽ നമ്പേഴ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ റിയൽ നമ്പേഴ്സ് നോട്ട് നിങ്ങൾക്ക് വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിലേക്ക് കിട്ടിയിട്ടുണ്ടാവും. മൂപ്പരുടെ കൈയക്ഷരത്തിൽ എഴുതിയിട്ടുള്ള PDF നോട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അതുപോലെ തന്നെയാണ് നമ്മുടെ ലേണിംഗ് വീഡിയോസിൻ്റെ നോട്ട്സ് ആണെങ്കിലും കൃത്യമായിട്ട് PDF ഫോർമാറ്റിൽ നിങ്ങൾക്ക് ലഭ്യമാവുന്നതായിരിക്കും. അതുപോലെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ, ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്താൽ മാത്രമാണ് ഈ വർഷം നമുക്ക് ഫുൾ A1 അടിച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ. CBSE 9 വെച്ച് നോക്കുമ്പോൾ 10 ഇത്തിരി എളുപ്പമാണെങ്കിലും CBSE 9 ബേസ് അടിത്തറ സെറ്റായവർക്ക് മാത്രമായിരിക്കും 10ാം ക്ലാസ് എന്താ പറയുക, ഈസി ആയിട്ട് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യം കൂടി നിങ്ങൾ ഓർത്തിരിക്കണം. അതുപോലെ ചാപ്റ്റർ വൈസ് എക്സാംസ് നമ്മൾ പറഞ്ഞു, മോഡൽ എക്സാംസ് കീ ഫാക്ടറാണ്. ഇപ്പോൾ 2-3 ചാപ്റ്റർ കഴിയുമ്പോഴൊക്കെ മോഡൽ എക്സാംസ് നിങ്ങൾ എങ്ങനെയാണോ ബോർഡ് എക്സാമിന് പ്രതീക്ഷിക്കുന്നത് ആ ഒരു പാറ്റേണിലുള്ള എക്സാംസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അടിപൊളിയായിട്ട് നിങ്ങളെ ബാച്ചിൽ കൊടുക്കുന്നത്. അപ്പോൾ ഇനിയും നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാത്ത മക്കൾ എത്രയും പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുക്കുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഈ ഒരു കാര്യം എത്തിക്കുക. നിങ്ങൾ ഇന്നൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഇന്നത്തെ ഡിസിഷൻ എന്ന് പറഞ്ഞാൽ നാളത്തെ ചരിത്രമായേക്കാം. സോ ഇതുപോലത്തെ രസകരമായ വീഡിയോസുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ടിൽ ദെൻ ബൈ ഓൾ. താങ്ക് യു.